നിങ്ങളുടെ ജാതകം നിങ്ങൾക്കറിയത്തില്ലെങ്കിലും അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് അറിയാം. യെസ്, ദ ആനുവൽ ഇൻഫർമേഷൻ സിസ്റ്റം AIS പോർട്ടൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലുള്ള നിങ്ങളുടെ ജാതകം 2021 നവംബർ മുതൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ലൈവായി കൊണ്ടുവന്ന ഒരു പോർട്ടലാണ് AIS പോർട്ടൽ. നിങ്ങളുടെ സാലറി ഇൻകം, ഇൻട്രസ്റ്റ് ഇൻകം, ഡിവിഡൻഡ് ഇൻകം, ഷെയർ ട്രേഡിംഗ് ഡീറ്റെയിൽസ്, നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ട്രാൻസാക്ഷൻസ്, ഒരു പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ നടത്തി, ഒരു പുതിയ കാർ മേടിച്ചു, നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, നിങ്ങളൊരു ഫോറിൻ റെമിറ്റൻസ് നടത്തി, ഫോറിൻ ട്രാവൽ നടത്തി തുടങ്ങി പാൻ ബേസ്ഡായി ചെയ്യുന്ന നിങ്ങളുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റിപ്പോർട്ടിംഗ് എൻറ്റിറ്റീസ് റിപ്പോർട്ട് SFT ട്രാൻസാക്ഷൻസ് റിപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ TDS TCS റിട്ടേൺസ് വഴി കൊളേറ്റ് ചെയ്ത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ AISൽ വരുന്നു. ഇങ്ങനെ നിങ്ങൾ പാൻ ബേസ്ഡായി ചെയ്ത ട്രാൻസാക്ഷൻസ് ഒക്കെ AISൽ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺസ് കൊടുക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങളുടെ AIS പോർട്ടലിൽ കയറിയിട്ട് AISൽ വന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസും നിങ്ങൾ ഇൻകം റിപ്പോർട്ട് ചെയ്യുന്ന ട്രാൻസാക്ഷൻസും തമ്മിൽ ക്രോസ് വെരിഫൈ ചെയ്യുന്നു. എല്ലാ ഡീറ്റെയിൽസും AISൽ ഉണ്ടല്ലോ, എന്നാൽ AIS മാത്രം മതിയുള്ള റിട്ടേൺസ് ഫയൽ ചെയ്യണമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. AIS നമ്മൾ റിട്ടേൺസ് ഫയൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തൊരു ഫെസിലിറ്റേഷൻ മാത്രമാണ്. AISലെ ഡീറ്റെയിൽസ് അതേപടി കണ്ണു അടച്ച് ഒരിക്കലും റിട്ടേൺസിലേക്ക് എടുക്കരുത്. AISലെ ഡീറ്റെയിൽസിൽ മിസ്റ്റേക്സ് ഉണ്ടാവാം, ഡ്യൂപ്ലിക്കേഷൻസ് ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ AISലെ ഡീറ്റെയിൽസ് നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം റിട്ടേൺസിൽ എടുക്കാവുള്ളൂ. TDS റിട്ടേൺസ് ഫയൽ ചെയ്യുന്ന ആളോ SFT ട്രാൻസാക്ഷൻസ് റിപ്പോർട്ട് ചെയ്യുന്ന ആളോ നിങ്ങളുടെ പാൻ തെറ്റായിട്ട് കോട്ട് ചെയ്താലും നിങ്ങളുടെ AISൽ നിങ്ങളുടേതല്ലാത്ത ഇൻഫർമേഷൻസ് കയറി വരാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങളുടെ പ്രൈമറി ഇൻകം സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന എവിഡൻസും നിങ്ങളുടെ AISൽ വന്നിരിക്കുന്ന ഡീറ്റെയിൽസും തമ്മിൽ കമ്പയർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺസിലേക്ക് ഇൻകത്തെ കൺസിഡർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഒരു ഇൻട്രസ്റ്റ് ഇൻകത്തെ സംബന്ധിച്ച് ബാങ്ക് തരുന്ന ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങളുടെ പ്രൈമറി എവിഡൻസ്. ബാങ്കിൽ തന്നിരിക്കുന്ന ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റിലെ ഇൻട്രസ്റ്റും AISൽ വന്നിരിക്കുന്ന ഇൻട്രസ്റ്റും തമ്മിൽ മിസ്മാച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥ ഇൻട്രസ്റ്റ് ബാങ്ക് തന്നിരിക്കുന്ന ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റിലെ ഇൻട്രസ്റ്റ് കറക്റ്റ് ആണെന്ന് എൻഷുർ ചെയ്തിട്ട് അത് റിപ്പോർട്ട് ചെയ്യുക. AISൻ്റെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയിട്ട് ഈ ഇൻഫർമേഷൻ കറക്റ്റ് ആണെന്നോ അല്ലെങ്കിൽ പാർഷ്യലി കറക്റ്റ് ആണെന്നോ, ഇനി നിങ്ങളുടെ ഇൻകം അല്ല വേറൊരാളുടെ ഇൻകമാണ് വന്നിരിക്കുന്നതെങ്കിൽ അത് ഇന്നയാളുടെ ഇൻകം ആണെന്നും, ഇനി വേറൊരു വർഷം നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഇൻകം ആണെങ്കിൽ അത് ഏത് വർഷത്തെ റിലേറ്റ് ചെയ്ത ഇൻകം ആണെന്നും തുടങ്ങി ഫീഡ്ബാക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻസ് നമുക്ക് AISലുണ്ട്. അപ്പോൾ അങ്ങനെ തെറ്റായ ഇൻഫർമേഷൻസ് AISൽ വന്നിരിക്കുന്നതിനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് കറക്റ്റായ ഇൻകം മാത്രം ഇൻകം ടാക്സ് റിട്ടേൺസിലേക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. AISൽ ഒരു ഇൻകം റിപ്പോർട്ട് ചെയ്ത് വരാത്തത് കൊണ്ട് അതിന് ഇൻകം ടാക്സ് റിട്ടേൺസിൽ കൺസിഡർ ചെയ്യേണ്ടെന്ന് ആരും വിചാരിക്കരുത്. AISൽ ഇൻകം വന്നിട്ടില്ലെങ്കിൽ അതിനെ ഇൻകം ടാക്സ് റിട്ടേൺസിൽ കാണിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ AISൽ റിപ്പോർട്ട് വരാത്തൊരു ഇൻകം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെയും കൂടെ കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഇൻകം കമ്പ്യൂട്ടേഷൻ എടുക്കേണ്ടത്. ഇൻകം കമ്പ്യൂട്ടേഷൻ എടുക്കുമ്പോൾ AISൽ വന്ന ഇൻകം, AISൽ വരാത്ത നിങ്ങളുടെ ഇൻകം എല്ലാം കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രം ഇൻകം ടാക്സ് റിട്ടേൺസ് എടുത്തിട്ട് ഒരു റെസ്പോൺസിബിൾ ടാക്സ് പേയിങ് സിറ്റിസൺ ആയിട്ട് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺസ് കൊടുക്കുക. ഇതുപോലത്തെ ടാക്സ് റിലേറ്റഡ് അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി ഡു ഫോളോ മൈ ചാനൽ. താങ്ക് യു.